എനിക്ക് കമ്മ്യൂണിസ്റ്റ് ആശയമായിട്ട് എനിക്ക് ഒരിക്കലും ചേർന്ന് പോകാൻ പറ്റില്ല. മല്ലിക ചേച്ചി എന്ന് പറയുന്നത് ഇയാൾ ചാടി നടക്കുന്നു, ഇവർക്കൊന്നും അറിയില്ലെങ്കിൽ ഇവർ പബ്ലിക്കിൽ പറയരുത്. You were associated with Congress party ആയിട്ടായിരുന്നു, പിന്നെ now and then you shifted to the BJP. അത് എങ്ങനെയാണ് അതിൻ്റെ ഒരു ഈ കൺഫ്യൂഷൻ ഇറ്റ് ഈസ് ഗോയിങ് ഓൺ ഫോർ ദ ഇയർ ഗോയിങ് ഓൺ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ റീസെൻ്റ്ലി ബൈ ബിക്കോസ് ഫ്രം ദ ബിഗിനിങ് ഐ ആം ആൻ അപ്പൊളിറ്റിക്കൽ എന്ന് പറഞ്ഞാൽ എനിക്ക് കമ്മ്യൂണിസ്റ്റ് ആശയമായിട്ട് എനിക്ക് ഒരിക്കലും ചേർന്ന് പോകാൻ പറ്റില്ല. അതിൽ കാരണം എന്ന് വെച്ചാൽ അവർ പറയുന്ന ആൻറ്റി നാഷണൽ എലിമെൻറ്റ്സ് ഒന്നും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കോൺഗ്രസ് എന്ന് പറയുന്നത് എനിക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അവരുമായിട്ട് ഞാൻ പല സ്റ്റേജുകളിലും രമേശ് ചെന്നിത്തല കേരള യാത്ര നടത്തുമ്പോൾ എന്നെ പട്ടാമ്പിയിൽ വെച്ചിട്ട് അവിടുത്തെ MLA എന്നെ വിളിച്ച് എന്നെ ആദരിച്ചിട്ടുണ്ട്. അതേപോലൊരു ആദരവ് അന്ന് ആ ആദരവിനെ ഒരിക്കലും വരെ ഞാൻ കോൺഗ്രസ്സുകാരനാണെന്ന് പറഞ്ഞിട്ടില്ല ആരും. പിന്നത്തെ ഒരു ആദരവാണ് തൃപ്പൂണിത്തുറയിൽ നടന്നത്. അപ്പോൾ അത് ആദരവിന് മുന്നെന്താണെന്ന് വെച്ചാൽ മുല്ലപ്പള്ളി രാമേന്ദ്രേട്ടൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ ഞങ്ങളിവിടെ ഞങ്ങൾ അങ്ങനെയുള്ളൊരു ബന്ധമാണത്, മേജറ ഞങ്ങളിവിടെ ആലുവ ഗസ്റ്റ് ഹൗസിലുണ്ട്, ബാ കാണാം. ഞാൻ വണ്ടി എടുത്ത് പോയി, ഞാൻ പോയി കണ്ടു. തിരിച്ച് അങ്ങോട്ട് തൃപ്പൂണിത്തുറയ്ക്ക് വാ, അവിടെ കാണാം. അവിടെ പോയപ്പോൾ ഇത് വലിയ ന്യൂസായിപ്പോൾ മേജർ രവി ഇവിടെ വന്നിരിക്കുന്നു. അപ്പോഴും എനിക്കിതൊന്നും പിടിയില്ല. അപ്പം ഞാൻ അവിടെ പറഞ്ഞൊരു കാര്യം, ഞാൻ അവിടെയും കയറിയിട്ട് ഇവരെ എൻ്റെ അടുത്ത് മെമ്പർഷിപ്പിൻ്റെ കാർഡ് കൊണ്ടുവന്നാണ് തന്നു. ഞാൻ വാങ്ങിച്ചിട്ടില്ല. അത് IB എടുത്തിരുന്നത് അതൊന്നും വേണ്ട. ഞാൻ പറഞ്ഞു അതൊന്നും വേണ്ടാന്ന് ഞാൻ പറഞ്ഞപ്പോൾ IB പറഞ്ഞു അത് വിട്ടേക്കുന്നു. അത് കഴിഞ്ഞ് ഞാൻ പ്രസംഗിക്കുമ്പോഴും ഞാൻ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഇന്നിവിടെ നടക്കുന്ന ഈ ഒരു ഭരണം ഇത് മാറ്റി ജനങ്ങൾക്ക് വല്ലതും ഉപകാരപ്പെടുന്ന വേണമെങ്കിൽ അതിന് കോൺഗ്രസ് ഗവൺമെൻറ് വന്നു കഴിഞ്ഞാൽ അത് ജനങ്ങൾക്ക് നന്നായിരിക്കും. അതുപോലെ തന്നെ ഈ ജാതി മതം ഇതിൻ്റെ എല്ലാം. അല്ലാതെ ഞാനൊരു കോൺഗ്രസിൻ്റെ സോണിയാഗാന്ധിക്ക് ജയ് വിളിച്ചിട്ടില്ല, അല്ലെങ്കിൽ കോൺഗ്രസ്സിന് വേണ്ടിയിട്ട് ജയ് വിളിക്കുകയൊന്നും ചെയ്തില്ല. ഞാൻ എൻ്റേതായിട്ടുള്ള ആശയം പറഞ്ഞിട്ട് ഞാനങ്ങ് പോന്നു. പിന്നെ പത്രക്കാർ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, യെസ്, പിണറായി സർക്കാരിൻ്റെ ഭരണത്തിൽ ഐ എം നോട്ട് ഹാപ്പി അബൌട്ട് ഇറ്റ്. അതുകൊണ്ട് കോൺഗ്രസ് അല്ലാതെ വേറെ സബ്സ്റ്റിറ്റ്യൂട്ടൊന്നും ഇല്ല ഇവിടെ, BJPക്ക് വരാൻ പറ്റുന്ന ഒരു അവസരമില്ല എന്ന്. ഇതിന് കയറി അപ്പോഴത്തേക്കും മേജർ രവി കോൺഗ്രസ്സിലോട്ട് വന്നു. ഇതിൽ പകുതിയും എന്നെ BJPയിലേക്ക് വരാൻ താല്പര്യമില്ലാത്ത BJPക്കാരടക്കം പറഞ്ഞിട്ടുണ്ട് അയാൾ കോൺഗ്രസ് പോയിരുന്നു. അത് സിനിമയിലുണ്ട് ചില കൊമ്പന്മാർ, സിനിമയിലത്തെ ഞങ്ങൾ സിനിമക്കാരാണ്, ഞങ്ങൾ BJPക്കാരാണ്. BJPക്കാരൊന്നുമല്ല ഇവർ BJPക്ക് വേണ്ടിയിട്ട് ഒരു ക്യാമ്പയിനും വരാറില്ല. അവർക്ക് സെൻട്രലിൽ BJP ഇരിക്കുന്നെങ്കിൽ അവർ ചെയ്യുന്ന പടത്തിന് വല്ല അവാർഡ് കിട്ടാൻ വേണ്ടിയിട്ട് BJPക്കാരാണെന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാർ അവർ പറഞ്ഞു മേജർ രവി കോൺഗ്രസ് പോയത്. കോൺഗ്രസ്സിനെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഡൽഹിയിൽ നിന്ന് കോൾ വരാൻ തുടങ്ങി. കാരണം ഞാനവിടെ അറിയപ്പെടുന്ന ഒരു RSSൻ്റെ കുട്ടിക്കാലം തൊട്ടിട്ടുള്ള ഒരാളാണ്, ആ ആശയങ്ങളുമായിട്ട് പോകുന്നൊരു വ്യക്തിയാണ്. പെട്ടെന്ന് അവിടെ നിന്ന് വെച്ചു, ക്യാ സുൻ രഹേ മേജർ സാഹിബ് എന്ന് വെച്ചു. ഞാൻ പറഞ്ഞു, ക്യാ സർ മേരെക്കു ക്യാ പതായെന്ന് വെച്ചു. എനിക്ക് പോലും അറിയുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എന്നാൾ പേര് ഞാൻ പറയണം, മല്ലിക ചേച്ചി എന്ന് പറയുന്നത് ഇയാൾ ചാടി നടക്കുന്നു, ഇവർക്കൊന്നും അറിയില്ലെങ്കിൽ ഇവർ പബ്ലിക്കിൽ പറയരുത്. ഞാൻ ഒരിക്കലും ഒരു പാർട്ടിയുടെ മെമ്പർഷിപ്പ് എടുക്കുന്നത് എവിടെയാണ്? എടുത്തിട്ടുമില്ല. എന്നെ ജനുവരി 26-ാം തീയതി ഡിസംബർ 26-ാം തീയതി പെട്ടെന്ന് ഞാൻ ഇവിടെ അയോധ്യയിൽ ഷൂട്ട് ചെയ്യായിരുന്നു. ഇതിൻ്റെ രാം ജന്മഭൂമിയുടെ ഒരു ഡോക്യുമെൻ്ററി പ്രിയേട്ടൻ ഡയറക്റ്റ് ചെയ്യുന്നത്. അതിൽ ഞാനാണ് ആലപ്പുഴക്കാരൻ KK നായരായിട്ട് അഭിനയിക്കുന്നത്. അപ്പോൾ അത് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെ കോൾ വന്നത്. അപ്പോൾ അവിടെ എന്നെ അറിയുന്ന കുറച്ച് ആൾക്കാർ, മേജർ സാബ് ആപ്കോ തോ നദ്ദ സാഹിബിനെ ബുലായ സുന. ഞാൻ പറഞ്ഞു ഹാ. പോയി ബൊക്കെ കൊടുത്തു, അദ്ദേഹം ഷോളിട്ടു. ഓക്കെ, വെൽക്കം ടു ദിസ് തിങ്. സുരേന്ദ്രനും ഉണ്ടായിരുന്നു. സുരേന്ദ്രൻ പുറത്ത് വന്നിട്ട് പറഞ്ഞു 2 ദിവസത്തിൽ ഞാൻ വൈസ് പ്രസിഡൻ്റ് ആക്കുന്നുണ്ട് അവിടെ. ഞാൻ പറഞ്ഞു എൻ്റെ ദൂരം ഞാൻ എന്ത് ചെയ്യാൻ ഈ വൈസ് പ്രസിഡൻ്റ് ആക്കിയത് എനിക്കറിയില്ല. പക്ഷേ അനൗൺസായി ഇതിലാണ്. അപ്പം ദെൻ അത് 1.5 വർഷം അത് പോയി. രാജീവ് ചന്ദ്രശേഖർ വന്ന് ടേക്ക് ഓവർ ചെയ്തു. ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് ഈ സ്ഥാനമാനങ്ങളൊന്നും വേണ്ട, നിങ്ങൾക്ക് എപ്പോഴാണ് എന്നെ ആവശ്യമുള്ള വെച്ചാൽ എന്നെ യൂസ് ചെയ്തോളൂ. ഐ എം നോട്ട് എ പേഴ്സൺ ഹൂ ഈസ് ലുക്കിംഗ് ഫോർ എനിക്ക് അതുണ്ടോ ഇതുണ്ടോ. അതുപോലെ തന്നെ ഈ സ്റ്റേജിൽ വരുന്ന സമയത്ത് ഇടിച്ചിടിച്ച് നിൽക്കുക. ഈ ചില ആൾക്കാരെ കാണുമ്പോൾ എനിക്ക് പ്രാന്താണ്. കാരണം എന്നെ ഇനോഗ്രേഷൻ വിളിച്ചിട്ട് ഇവിടുത്തെ വലിയൊരു നേതാവ് എന്നെ അടിച്ച് പുറകിലേക്കാക്കി. ഞാൻ അങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പം മീഡിയക്കാർ, നിങ്ങളുടെ ആൾക്കാർ രവി സാറാണെന്ന് ഉദ്ഘാടനം ചെയ്യാൻ ഒന്ന് മുമ്പിലേക്ക് വരുമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എടോ ഇതാ ഈ മനുഷ്യൻ ഒന്നും ഇങ്ങോട്ട് വരും. അപ്പം എനിക്ക് ഭ്രാന്തായി. ഞാൻ അയാളെ പിടിച്ച് പുറകിലേക്ക് തള്ളിക്കൊടുത്തു. ഇങ്ങനെയൊക്കെയുള്ള വൃത്തിയിട്ട പരിപാടികളൊക്കെ കാണുമ്പോൾ ഐ ഡോണ്ട് ലൈക്ക് ഓൾ ദീസ് തിങ്സ്.
BJP ഫംഗ്ഷൻ അല്ല അത്. നമ്മുടെ ഇതുണ്ടായില്ലേ, നമ്മുടെ മിസ്റ്റർ രാമേന്ദ്രൻ മരിച്ചുപോയില്ലേ, അദ്ദേഹത്തെ നമ്മൾ ഇവിടെ ആ ഒരു തിരങ്ക ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതിന് ഞാനാണോ അത് തിരങ്ക കൊണ്ടുകൊണ്ടും അവരുടെ ഭാര്യനെ ആദരിക്കേണ്ടതില്ല. അവിടെ ചെന്നപ്പോൾ ഇവിടുത്തെ വലിയൊരു നേതാവ് എന്നെ തള്ളിയിട്ട് പിടിച്ച് പിറകിലോട്ട് മാറ്റി. ഒന്നും വേണ്ടിയില്ല. പിന്നെ എൻ്റെ ഒരു തള്ളലുണ്ടായി. ഈ ജീവിതത്തിൽ ഒരിക്കലും അയാൾ എന്നെ കണ്ടു കഴിഞ്ഞാൽ എന്നെ തള്ളില്ല എനിക്ക്. ഇത് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ്. ചില സമയത്ത് നമുക്ക് വിചാരിക്കും ഇവരൊക്കെ ജീവിതം ഇതേ ഉള്ളൂ. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇഷ്ടംപോലെ പരിപാടികൾ ചെയ്യാനുണ്ട്. ഇപ്പം നിങ്ങളിപ്പം എനിക്ക് വരുന്ന ആവശ്യമില്ല സോഷ്യൽ സർവീസ് ചെയ്യാൻ. അത് ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ ചെയ്യുന്നുണ്ട്, പലരെയും സഹായിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ മീറ്റിംഗ് കഴിഞ്ഞാൽ ഞാൻ ഈ പോകുന്ന ഇവിടെ IMAയിലേക്കാണ്. അതെന്താണ്? ഓർഗൻ ഡൊണേഷൻ്റെ കാര്യം. ഇതൊക്കെ പാർട്ടിക്കാരായിട്ട് വല്ലതും ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ. ഇത് ഞാൻ അവയർനെസ് കൊടുക്കാനും കുട്ടികൾക്ക് കൊടുക്കാനും പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. അതിന് എനിക്ക് മുമ്പിൽ നിൽക്കണം എന്നുള്ള എൻ്റെ ആഗ്രഹമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കോൺഗ്രസ്സിൽ എനിക്ക് ആരായിട്ടും എല്ലാവരുമായിട്ടും നല്ല ബന്ധമാണ്. കമ്മ്യൂണിസ്റ്റും നല്ല ബന്ധമാണ്. കോടിയേരി സഖാവ് ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങൾ അത്രയും നല്ല ബന്ധമായിരുന്നു. അദ്ദേഹം മരിച്ച സമയത്ത് അവിടെ ഞാൻ പോയിട്ട് ഞാൻ കരച്ചിൽ നിർത്താൻ പറ്റിയിട്ടില്ല. നല്ല ആളുകൾ, പാർട്ടി എന്ന് പറയുന്നത് നല്ല ആളുകളും ഉണ്ട് അതിനകത്ത്. ചില എരണം കെട്ടവന്മാരാണ് ഈ പാർട്ടീനെ മുഴുവൻ വൃത്തിയേടാക്കിയിട്ട് നടക്കുന്നത്. അത് അവരുടെ സ്വാർത്ഥ താല്പര്യം കൊണ്ട്. അത് എല്ലാ പാർട്ടിയിലും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഒരു പാർട്ടിയിലും ഉണ്ടായിരുന്നില്ല. BJP യെസ്, ഇപ്പം ഞാൻ മെമ്പറാണ്. അതുകൊണ്ട് എനിക്ക് BJP പറയുന്ന ഒക്കെ അങ്ങോട്ട് ഓച്ചാനിച്ച് നിന്ന് കേൾക്കും എന്നുള്ളത് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. തെറ്റവിടെ ഗ്രോസ് ആയിട്ടുള്ള എന്തെങ്കിലും തെറ്റ് കണ്ടു കഴിഞ്ഞാൽ ഞാൻ വിളിച്ച് പറയുകയും ചെയ്യും. അപ്പോൾ അവർ ചിലപ്പോൾ എന്നെ പാർട്ടിയിൽ നിന്ന് വിളിച്ച് പുറത്താക്കുമായിരിക്കും. അപ്പോൾ ഇതൊക്കെ രാഷ്ട്രീയമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ രാജീവ് ചന്ദ്രശേഖരജി വന്നപ്പോൾ ഞാൻ അവിടെ പോയിട്ട് ഞാൻ പറഞ്ഞു, എനിക്കിതൊന്നും വേണ്ട, ഇല്ല, ഞാൻ നിങ്ങൾക്ക് ഇതെടുക്കാം, എന്താവശ്യത്തിനും രാജീവേട്ടൻ എന്നെ വിളിക്കാം. ഇത് വെച്ചതുകൊണ്ട് എനിക്ക് ഇത് ചെയ്യും, അതില്ലെങ്കിലും ഞാനിതൊക്കെ ചെയ്തു തരാം. അങ്ങനെ അദ്ദേഹത്തിനോട് ഞാൻ പോയി പറഞ്ഞിട്ടാണ് ഇപ്പം എൻ്റെ പേരില്ലെങ്കിൽ ആൾക്കാർ ഇല്ലേ. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു മോനെ രാത്രി 9 മണിക്ക് വരെ ഓൺലൈൻ മീറ്റിങ്ങിന് ഇരിക്കണ്ടല്ലോ. എനിക്ക് ഉറങ്ങുന്ന സമയമാണ്. ഞാൻ 9-10 മണിയാകുമ്പോൾ കിടന്നുറങ്ങും. അപ്പോഴേക്കും ഓൺലൈൻ മീറ്റിംഗ്. ഇത് ഓൺ ചെയ്തിട്ട് കിടന്നുറങ്ങാൻ പറ്റുമോ? അപ്പോൾ ഇതൊക്കെ എൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഇലക്ഷൻ നിൽക്കുന്നുണ്ടോ, ഡു ഐ ഡിസേർവ് ദാറ്റ് എന്നുള്ളത് ചിലപ്പോൾ ഞാൻ ആലോചിക്കും. ജനത്തിന് സേവനത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാം. കോവിഡ് സമയത്ത് നിങ്ങളൊക്കെ ചെയ്യാത്തതിനേക്കാൾ കൂടുതൽ എത്ര പൈസ ഞാൻ ചിലവാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാം. ഞാൻ വണ്ടിയിൽ സാധനം ഇട്ട് നിങ്ങളെപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഈ പോലീസുകാർ റോട്ടിൽ നിന്നിരുന്നവർക്ക് ഇവർക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാൻ ആൾക്കാരുണ്ടായിരുന്നു, വെള്ളം സപ്ലൈ ഉണ്ടായിരുന്നില്ല തുടക്കത്തിൽ. ഈ സമയത്ത് ഞാൻ അവന്മാർക്ക് ആരാ വെള്ളം കൊടുക്കുക? എന്നിട്ട് കണ്ട കടയിൽ നിന്നൊക്കെ ഞാൻ എടുത്തിട്ട് ബോട്ടിൽ വാങ്ങിച്ച് കാറിലിട്ട് ഞാൻ പോവും, എടുത്തോന്ന് പറയും, ഡിക്കി പറഞ്ഞത്. അതിനുശേഷം പിന്നീട് ഞാൻ വിളിച്ച് പറഞ്ഞ് DGPനെ വിളിച്ച് പറഞ്ഞ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ വിഷ്വലൈസ് ചെയ്യും വീട്ടിലിരുന്നിട്ട്. ആലുവയിലെ വെള്ളപ്പൊക്കം വന്ന സമയത്ത് വീട്ടിൽ നിന്നാണല്ലോ ഇറങ്ങിപ്പോയിട്ട് ഞാൻ ഏലൂക്കര പോയി ചാടിയത്. 10-200 ആൾക്കാരെ ഞാനൊന്നും സേവ് ചെയ്തില്ലേ? അതായിരിക്കില്ല അന്ന് ആ സേവ് ചെയ്തതിൽ ആരൊക്കെ ഉണ്ട്? മുസ്ലിം ലീഗ് ഉണ്ട്, SDP-കാരന്മാരുണ്ടായിരുന്നു. അതിൽ കോമഡി എന്താണ്? പള്ളിയിൽ പോയി ഞാൻ അന്ന് രാത്രി അവിടെ കിടന്നു, കാരണം പുറത്തേക്ക് വരാൻ പറ്റുന്നില്ല. രാത്രി ഡ്രസ്സ് മുഴുവൻ നനഞ്ഞു. പിന്നെ എന്നിട്ട് നോക്കുമ്പോൾ ഒരുത്തൻ ഒരു ടീഷർട്ട് തന്നു, ഇരുട്ട്, ഒരു മുല്ലാക്കട മുണ്ടോട് തേറ്റി. പിറ്റേ ദിവസം കാലത്ത് വെളിച്ചം വന്നപ്പോൾ ഇങ്ങനെ ഇന്ന് നോക്കുമ്പോൾ താഴത്തേക്ക് നോക്കുമ്പോൾ ടീഷർട്ട് SDP. ഞാൻ നോക്കുകയാണ്. അപ്പോൾ അവന്മാർ സാറേ ഞങ്ങളൊക്കെ SDP-കാരാണ്. SDP നല്ലതും ചെയ്യും ചീത്തയും ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷേ അവന്മാരെന്താ പറയണം, സാറേ ഞങ്ങളിപ്പോൾ സാറിൻ്റെ കൂടെ വന്നിട്ട് ഇന്നലെ മുഴുവൻ നമ്മൾ എത്ര ആൾക്കാരെ സേവിച്ചത്, ഇതൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട് സാറിന്. ഞാൻ പറഞ്ഞു, നീ വേറെ ടീഷർട്ട് കിട്ടുമോ, നീ എല്ലാം ഫോട്ടോ എടുത്തിട്ട് നീ വേറെ ഇടുന്നതിന് മുമ്പ്. സോ കോമഡികൾ ജീവിതത്തിൽ പലതും നടക്കും. അതിനെ കോമഡി ആയിട്ട് തന്നെ എടുത്താൽ മതി, അതിനെ സീരിയസ് ആയിട്ട് എടുക്കണ്ട. അപ്പോൾ പല കാര്യങ്ങളും നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കുന്നത് കാണുമ്പോൾ എനിക്ക് പുച്ഛം തോന്നാറുണ്ട്.